എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 10, 2026 ഫ്രൈഡേ. അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലും ക്രിപ്റ്റോ എന്ന എല്ലാത്തിനകത്തും ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വോളിയം പ്രൊഫൈൽ എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പം കോഴ്സ് വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലും ലെവൽസുകൾ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് ലെവലിൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടില്ല. മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. നമ്മൾ ഒരുപാട് പോയിൻ്റ് നമുക്ക് പുട്ട് സൈഡിലും കോൾ സൈഡിലും ഹെവി ആയിട്ടുള്ള സെൻസെക്സിൻ്റെ പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോർമൽ സ്ട്രാറ്റജിയിൽ നിങ്ങൾ 10, 20 പോയിൻറ്റ് 30 പോയിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ 200, 300 പോയിൻറ്റുകളാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ലെവൽസ് എങ്ങനെയാണ്, എത്രത്തോളം പവർഫുള്ളാണോ, എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ലെവൽസ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന ലെവൽ തന്നെയാണ്, അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്, നിഫ്റ്റി ഫ്യൂച്ചറാണ്. 1 മിനിറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടിരിക്കണം അല്ലേ. നമ്മൾ ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഫ്രൈഡേ ആണ് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ മേലോട്ട് പോയിട്ടുള്ളത് ആകെ 60 പോയിൻറ്റ്, ഓൾമോസ്റ്റ് 60 പോയിൻറ്റ്. താഴോട്ടാണെങ്കിൽ അത്ര തന്നെ പോയിട്ടില്ല. അപ്പം ഇത്രയും ടൈം മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഇപ്പോൾ 5 മണിക്കൂറായി മാർക്കറ്റിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു 20-30 പോയിൻ്റാണ് ആകെയുള്ള മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റിൽ നമ്മൾ ലെവൽസ് ഓൾറെഡി ഇത് ഈ ലെവൽ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. അപ്പോൾ ആ ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് ഞാൻ ഗ്രൂപ്പിൽ രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രീമിയത്തിലേക്ക് പോവാം. പ്രീമിയത്തിൻ്റെ ചാർട്ട് എടുത്തു തരാം. ഞാൻ കൊടുത്ത ചാർട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വോളിയം പ്രൊഫൈൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നല്ല പറയാറില്ല. മാർക്കറ്റ് പോകുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുക്കും. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പോയ മാർക്കറ്റിനെ പറ്റി പറയാൻ നമുക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല. ജസ്റ്റ് ചാർട്ട് നോക്കിയിട്ട് മേലെയും താഴെ 2 വര വരച്ചിട്ട് മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് പോയി, ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി. ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഓൾറെഡി ലെവൽ കൊടുക്കും. ആ ലെവലിനെ പറ്റി ആ ലെവൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഈ ഒരു സ്ട്രൈക്ക് 24,200 ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. SL കൊടുത്തിട്ടുണ്ടായിരുന്നത് 95 ആയിരുന്നു. ഓക്കെ, കൊടുത്തിട്ടില്ലെങ്കിൽ വോളിയം പ്രൊഫൈലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തത് ഏകദേശം ഈ ഒരു ടൈം സോണിലൊക്കെ ആയാലും തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ഏകദേശം ഈ ഒരു ടൈമിലായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 95-ൽ SL വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽ 97 to 95 ആയിരുന്നു ലെവൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തത് 118, അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് 136. ഓക്കെ, ഇതും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാം. അതിനുശേഷം മാർക്കറ്റ് ഈ ലെവലിൽ വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ ഒരു ലെവലിൻ്റെ മേലെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ SL എടുത്തിട്ട് എന്ത് ചെയ്യണം, ട്രയൽ ചെയ്തിട്ട് 104-ൽ വെക്കണം എന്ന് പറഞ്ഞു. അത് 95-ലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, 10 പോയിൻറ്റ് കയറ്റിയിട്ട് 94-ൽ വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. 104-ൽ വെക്കണം എന്നാണ് ഞാൻ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10:13, 10:14 ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു ഫാളിന് മുന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയാണ്, ഈ ക്യാൻഡിലിൽ ലോ എന്ന് പറയുന്നത് 104.95 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ SL എവിടെയാണ്, 104. കറക്റ്റ്. ഇൻ കേസ് ഇവിടെ ട്രേഡ് മിസ്സായ ആളുകൾക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണ്, ഇവിടെ എത്ര പോയിൻ്റ് SL വരും, ജസ്റ്റ് 2 പോയിൻറ്റ് SL അല്ലേ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ക്യാൻഡിൽ ക്ലോസ് ആണ് എങ്ങനെ 2 പോയിൻറ്റ് എന്നല്ല, ചിലപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും, ചിലപ്പോൾ 3 പോയിൻ്റ്. കാരണം 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഏകദേശം 100 പോയിൻറ്റ് എന്തായാലും താഴെ പോയി ക്ലോസ് ചെയ്യില്ല. മാക്സിമം പോയ ഒരു 3 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് വരും. ഓക്കെ, 3-4 പോയിൻറ്റ് മാക്സിമം പോയാൽ വരുത്തുള്ളൂ. അതിനുശേഷം എന്ത് മാർക്കറ്റ് 105-ൽ വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇവിടെ പുതിയ എൻട്രി എടുത്ത ആളുകൾ 118-ൽ ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അത് പറയാനുള്ള പ്രത്യേകിച്ച് വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് നിങ്ങളെ വോളിയം പ്രൊഫൈൽ ഓപ്പൺ ടു ഹൈ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, ഓപ്പൺ ടു ഹൈ വരച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവണം, നമ്മളെ സെക്കൻഡ് ഗ്യാപ്പിൻ്റെ മേലെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടില്ല. ആ ഹോൾഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, SL എടുത്ത് ട്രയൽ ചെയ്ത് 104-ൽ വെച്ചത്. ഓക്കെ, അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് മെസ്സേജ് ഇട്ട് 118-ൽ ബുക്ക് ചെയ്യണമെന്നുള്ള പറയാൻ റീസൺ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്, മീൻസ് ബൈ വന്നത്, ബൈ ഉണ്ടായിരുന്നത് സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഏറ്റവും ബേസിക് കാര്യമാണ്.
മാർക്കറ്റിൽ എന്ത് ചെയ്തു, ആ ബൈ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ SL ട്രയൽ ചെയ്ത് 104 വെച്ചത്. അവിടെ നിന്ന് ബൈ എടുത്തു കഴിഞ്ഞാലും 118 ക്ലോസ് ചെയ്യാൻ പറയാനുള്ള റീസൺ എന്താ, മാർക്കറ്റ് സെക്കൻഡ് ഗ്യാപ്പിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 104 ബ്രേക്ക് ചെയ്തു, നമ്മളെ ലെവൽ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു, നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ SL എവിടെയാണ് ടാർഗറ്റ് വെച്ചത്, ടാർഗറ്റ് 90 അല്ലേ, അത് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 90. അതിനുശേഷം ഞാൻ ഈ 2 ലെവൽ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ലെവൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ഏത് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചാർട്ട് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 8 കവറിങ് റേഞ്ചാണ്. ആ കവറിങ് റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ് ഞാൻ പറഞ്ഞത്, 85 to 90. 85 വന്ന മാർക്കറ്റ് ഓൾമോസ്റ്റ് എവിടെ വരെ പോയി, 106. എവിടെയാണ് 106 എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ വരച്ച ലെവൽ, ആ ലെവലാണ് ഈ ഒരു ലെവൽ. അവിടെ നിന്നാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, സെല്ല് വരുന്നത്, സപ്പോർട്ട് എടുക്കുന്നത് നമ്മളെ ലെവലിലാണ്. ഓക്കെ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവലും. കാരണം ഈ ലെവലിനൊക്കെ നമുക്ക് ലോജിക്ക് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും കുറേ ലെവലുണ്ടല്ലോ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് ലെവലാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യാത്ത ഏതെങ്കിലും ലെവലുണ്ടോ? നമ്മൾ ചുമ്മാ ഇതിപ്പം നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ വരക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വോളിയം പ്രൊഫൈലിൽ ഉള്ള ആളാണെങ്കിൽ, ഓക്കെ, വോളിയം പ്രൊഫൈലിലുള്ള ആളുകൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും ഏതെങ്കിലും ലെവൽ ഞാൻ മാർക്കറ്റ് പോയതിന് ശേഷം വരക്കുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രാവിലെ ഓൾമോസ്റ്റ് ഒരു 9:30-10 മണിക്ക് തന്ന ചാർട്ടിനകത്ത് ഈ ലെവലെല്ലാം ഉണ്ട്. ഓക്കെ, അതിനുശേഷമാണ് മാർക്കറ്റ് അവിടെ വന്നിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ മാർക്കറ്റ് പോയതിനനുസരിച്ച് ഞാൻ ലെവൽ വരച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെ പുറകെ പോയല്ല ചെയ്തത്. നമ്മൾ ലെവൽ ആദ്യം വരക്കും, ആ ലെവലിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യും. അതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പോൾ സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ഹെവി സോണാണ്, രണ്ടും സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് അവിടെ നിന്നാണ് ഇവരിന്നൊക്കെ നമുക്കൊരു 2-3 പോയിൻറ്റിന് SL എടുത്തു കഴിഞ്ഞാൽ പോലും സ്റ്റിൽ എന്താണ് 10-15-20 പോയിൻറ്റിൻ്റെ നമുക്ക് മൂവ് കിട്ടുന്നത്. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും, കാരണം നമുക്ക് ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച എല്ലാ ദിവസവും ഹെവി മൂവ് കിട്ടി. പക്ഷേ മാർക്കറ്റ് ഇന്ന് സൈഡ് വൈസ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ പോയിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം വെള്ളിയാഴ്ച മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ പോയിൻ്റ് എടുത്ത് മാറി നിൽക്കുക എന്ന് മാത്രമേ ചെയ്യൂ. കാരണം മാർക്കറ്റിനെ മൂവ് ചെയ്യാതെ നമുക്ക് എല്ലാ ദിവസവും 300-400 പോയിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റിൽ മാർക്കറ്റ് ഇത്രയും സൈഡ് വൈസ് ആയിട്ട് പോലും, കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, കുറച്ച് മേലെ പോയി. ഈ മേലെ പോയെന്ന് പറയുമ്പോൾ എത്ര ക്യാൻഡിൽ എടുത്തിട്ടാണ് പോയെന്ന് നിങ്ങൾ നോക്കിക്കോ. ഇത് ആകെ പോയിട്ടുള്ളത് എത്ര പോയിൻ്റാണ്, 35 പോയിൻ്റാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് അല്ലേ. ഏകദേശം എത്രയാണ്, 47 ക്യാൻഡിൽ എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 35 പോയിൻ്റ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാർക്കറ്റ് സ്ലോ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ ലെവലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവലൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ പോയി നോക്കാം. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ, അല്ലാത്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല എങ്കിൽ. ഇനി നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് എടുക്കുക. നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ലെവൽ മാത്രമാണ് ഞാൻ വീഡിയോനകത്ത് ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ലെവലും ഞാൻ ആഡ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ലെവലിൽ മാർക്കറ്റ് ഇന്നത്തെ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ലെവലും പെർഫെക്റ്റ് ആണ്. കറക്റ്റ് ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ താഴത്തെ ലെവലിൻ്റെയും മേലത്തെ ലെവലിൻ്റെയും എല്ലാം ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് ഏതാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അതിനുശേഷം ഗോൾഡിലേക്ക് പോവാം. ഗോൾഡ് നമ്മൾ സെല്ല് ഹോൾഡാണ് ഉള്ളത്. ഓക്കെ, 89. ഓക്കെ, ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്താണ് നമ്മൾ സെല്ല് എടുത്തിട്ടുള്ളത്. 19 നമ്മൾ SL എന്ന് പറയുന്നത് 20+. ഓക്കെ, 21 റേഞ്ചിലാണ്. ഏകദേശം 2 പോയിൻറ്റ് ക്യാൻഡിൽ ക്ലോസ് വരുമ്പോൾ 3 പോയിൻ്റ് ആയിരിക്കും നമ്മൾ SL വരുന്നത്. ഓക്കെ, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പൊസിഷൻസ് എടുത്ത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് എന്താണ് മാർക്കറ്റ് ബെൻഡായി ട്രാപ്പ് വന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ ആ ട്രേഡ്, കാരണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിലായിരിക്കും എന്തിന് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈം, ഓക്കെ, ഈ ഒരു ടൈം കഴിഞ്ഞ് ആ സെല്ല് വന്നപ്പോഴാണ് നമ്മൾ കൊടുത്തത്. കൊടുത്തതിന് ശേഷം 2 പ്രാവശ്യം മാർക്കറ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കേണ്ട ആളുകൾക്ക് സ്റ്റിൽ അതെടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ടാർഗറ്റാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു ബൈ സൈഡിലുള്ള സെറ്റപ്പ് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് വോളറ്റൈൽ ഇൻഡെക്സ് ഇതിൻ്റെ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൻ്റെ മേലെ ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തു. ഇന്നലെ കൊടുത്ത ട്രേഡാണ്, പക്ഷേ എന്ത് ചെയ്തില്ല, ഇന്നലെ മാർക്കറ്റ് അതിൻ്റെ മേലെ പോയി ആക്റ്റീവ് ആയില്ല. അതിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കറിയാം കറക്റ്റ് ലെവൽ എവിടെയാണ്. കാരണം ഞാൻ ഈ ടൈമിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഏകദേശം 10 മണി 10:30. ആ കറക്റ്റ് ആ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് 9000 പോയിൻ്റ് മാർക്കറ്റ് ഫോളോ ചെയ്ത് ഇന്ന് ആ ലെവൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് ഡയറക്റ്റായിട്ട് ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ആർക്കെങ്കിലും ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് നമ്മളെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും.
അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ വീക്കെൻഡിൽ ചെയ്യുന്നതായിരിക്കും, അടുത്ത ആഴ്ചത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ലൈവിലുള്ള ലെവൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡെയിലി ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ വീഡിയോയിലുള്ള ലെവലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് നമ്മളെ വോളിയം പ്രൊഫൈൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വോളിയം പ്രൊഫൈൽ എന്താ പറയുക, ഇത് ലൈവായിട്ടുള്ള വോളിയം പ്രൊഫൈലാണ്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മളേതായ ലെവലും എടുക്കേണ്ടി വരും. കാരണം നമുക്ക് ആ ലെവൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല. മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ, മാർക്കറ്റിലൊരു ബൈ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെല്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ലെവൽസിൽ നമുക്ക് മാറ്റം വരുത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. ഓക്കെ, അങ്ങനെ മാത്രമാണ് ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.